കേരളത്തിലെ സർക്കാരിനെതിരെയുള്ള ജനവികാരത്തിന്റെ പ്രതിഫലനം ഉണ്ടെങ്കിൽ അത് ചേലക്കരയിൽ ഉണ്ടാകേണ്ടതാണ്. LDF-ന്റെ സിറ്റിംഗ് സീറ്റാണ്. LDF-ന്റെ സിറ്റിംഗ് സീറ്റ് നിങ്ങൾ പിടിച്ചെടുത്തിരുന്നുവെങ്കിൽ മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങളെ ജനങ്ങൾ വെറുക്കുന്നു, ഇതാണ് തെളിവ് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാമായിരുന്നു. ആ അവസരം പക്ഷേ UDF-നെ സംബന്ധിച്ച് നഷ്ടമായില്ലേ? ഞങ്ങളുടെ ഭരണം ഇൻടാക്റ്റ് ആണ്, സർക്കാരിനെതിരെ ജനവികാരമില്ല, ഞങ്ങൾ വളരെ കോൺഫിഡന്റ് ആയി ഒരു മൂന്നാം ടേമിന് വേണ്ടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇറങ്ങാൻ പോവുകയാണെന്ന് ഇടതു മുന്നണിക്ക് പറയാൻ കഴിയുന്ന വിധത്തിലല്ലേ നമ്മൾ ഈ 2 ഉപതെരഞ്ഞെടുപ്പുകൾ ആകെ എടുത്താൽ അതിന്റെ ഔട്ട്കം? ഇപ്പോൾ ഈ ചേലക്കരയിൽ ഞങ്ങൾ 40,000 വോട്ട് 10,000 വോട്ടാക്കിയില്ലേ, 12,000 വോട്ടാക്കിയില്ലേ എന്നുള്ളത് നോക്കൂ. അത് ഒരൊറ്റ 2021 ഒരൊറ്റ കോൺടാക്സിൽ, അതായത് പോസ്റ്റ് കോവിഡ് സിനാരിയോയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആ വർഷത്തിൽ മാത്രം ബാധകമായ കാര്യമാണ്. നമ്മൾ 96 മുതൽ, അതായത് ഇടതു മുന്നണി അവിടെ ജയിക്കാൻ തുടങ്ങിയ കാലം മുതലുള്ള കണക്കെടുത്ത് നോക്കൂ, അല്ലെങ്കിൽ മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷമുള്ള 2011 മുതലുള്ള കണക്കെടുത്ത് നോക്കൂ. ഇപ്പോൾ കല്യാശ്ശേരി, പയ്യന്നൂർ എന്നൊക്കെ പറയാൻ പറ്റുന്നത് പോലെ CPM-ന്റെ പാർട്ടി ഗ്രാമമൊന്നും അല്ല ചേലക്കര. ചേലക്കര ഒരു ഫൈറ്റിംഗ് സീറ്റാണ്, CPM-ന് എഡ്ജുള്ള ഒരു ഫൈറ്റിംഗ് സീറ്റാണ് ചേലക്കര എന്നിരിക്കെ ഈ 12,000 വോട്ടിന് അവിടെ വീണ്ടും അവർ തെരഞ്ഞെടുക്കപ്പെടുക, ആ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ വിജയമാണ്. ഒരു തവണ MP ആയും കഴിഞ്ഞ തവണ പാർലമെന്റിലേക്ക് മത്സരിച്ച ആ മേഖലയിൽ ഫെമിലിയർ ആയ ഒരു കാൻഡിഡേറ്റിനെ നിർത്തിയിട്ട് പോലും, നിർത്താവുന്ന ഏറ്റവും നല്ല കാൻഡിഡേച്ചർ അവിടെ ഉണ്ടായിട്ട് പോലും നിങ്ങൾ 12,201 വോട്ടിന് തോറ്റുപോയി എന്നുള്ളത് എന്തുകൊണ്ട് എന്ന് ആലോചിക്കുന്നുണ്ടോ? LDF-നെ സംബന്ധിച്ച് LDF-ന്റെ വോട്ട് കുറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, കൂടി. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് 2021-നെയും 2024 ലോക്സഭയും അപേക്ഷ നോക്കിയാൽ LDF-ന്റെ പ്രകടനം ബെറ്റർ ആണ് എന്ന് മാത്രമല്ല, അവരുടെ ശക്തി കേന്ദ്രങ്ങൾ ഇപ്പോൾ എല്ലാവരും പറഞ്ഞത് ചിഹ്നമില്ലാത്ത CPM-കാരനല്ലാത്ത കോൺഗ്രസിൽ നിന്ന് തലേദിവസം വന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയതുകൊണ്ട് CPM-ന്റെ വോട്ടുകൾ പോൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണല്ലോ. എന്നാൽ നോക്കൂ, LDF തരംഗം ഉണ്ടായിരുന്നു. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2021-ലെ രാഷ്ട്രീയ കാലാവസ്ഥയല്ല 2024. LDF തരംഗം സംസ്ഥാന വ്യാപകമായി ആഞ്ഞെടുക്കുകയും 99 സീറ്റുകൾ LDF-ന് കിട്ടുകയും ചെയ്ത തെരഞ്ഞെടുപ്പിൽ LDF-ന് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് P. സരണി ഇപ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ അതിന് നല്ല രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. CPM-ന്റെ ശക്തി കേന്ദ്രങ്ങൾ കണ്ണാടിയിലും മാത്തൂരിലും CPM-ന്റെ വോട്ടുകൾ, CPM-ന് സമാഹരിക്കാൻ കഴിയുന്ന മുഴുവൻ വോട്ടുകളും നേടിയിട്ടുണ്ട്. അവസാനത്തെ 4 റൗണ്ടുകളിൽ LDF പോലും ചെയ്തു. അതുകൊണ്ട് സരിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി വിശദീകരിക്കാൻ കഴിയുന്ന കാര്യമാണ്. LDF-ന് അവരുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു പോസിറ്റീവായി എടുക്കാൻ കഴിയുന്ന കാര്യമാണ്.